ഇതാണ് ഗ്ലൈക്കോളിസിസിൻ്റെ സൈക്കിള്. ഇപ്പം ഗ്ലൈക്കോളിസിസിൻ്റെ സൈക്കിളിനകത്ത് പറയുന്നത് ഗ്ലൈക്കോളിസിസ് ഗ്ലൈക്കോ മീൻസ് ഗ്ലൂക്കോസ്, ലൈസിസ് മീൻസ് ബ്രേക്ക് ഡൗൺ. അപ്പം ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് പൈരുവേറ്റ് ഉണ്ടാകുന്ന റിയാക്ഷനെയാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഗ്ലൂക്കോസ് ലൈസിസ് ചെയ്യുന്നതിനെയാണ് ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഗ്ലൂക്കോസ് ഉണ്ടല്ലോ, ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആവുന്നു. ഓക്കെ, ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് എന്ന് ആവുന്നു. അപ്പോൾ അവിടെ നിന്ന് നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഫോസ്ഫോറിലേഷൻ ആണ്. ഇവിടെ ഗ്ലൂക്കോസിന്റെ 6th പൊസിഷനകത്തോട്ട് എന്ത് വന്നു? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരുന്നു. അപ്പം ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയി. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ഹെക്സോകൈനേസ്. അതുപോലെ മഗ്നീഷ്യം അയോണും ഇവിടെ എന്തായിട്ട് കോ എൻസൈമായിട്ടൊക്കെ ആക്ട് ചെയ്യും. നമ്മൾ ഇപ്പം വൈറ്റമിൻസ് പഠിച്ചില്ലേ, വൈറ്റമിൻസിനകത്തും ചില വൈറ്റമിൻസ് കോ എൻസൈമായിട്ട് ആക്ട് ചെയ്യുന്നു, അതിനെ ഹെൽപ്പ് ചെയ്യുന്നു ആ റിയാക്ഷന്. അതുപോലെ നമ്മൾ മിനറൽസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. അപ്പം മിനറൽസിനകത്തും കുറേ മിനറൽസും അതുപോലെ ഇതായിട്ട് എന്തുവാ ഈ റിയാക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം മഗ്നീഷ്യം അയോൺസിന്റെ പ്രസൻസിൽ അതുപോലെ ഹെക്സോകൈനേസ് എന്ന എൻസൈമിന്റെ പ്രസൻസിലാണ് ഗ്ലൂക്കോസ് എന്തായിട്ട് മാറുന്നത്? ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആവുന്നത്. അപ്പം അവിടെ എന്ന് പറയുന്നത് ഇപ്പൊ ഈ ATP എന്താ അറിയാമല്ലോ, അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്. അപ്പൊ ATP എന്ന് പറഞ്ഞാൽ അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്, അതെന്തായിട്ട് മാറുന്നു? അഡിനോസിൻ ഡൈഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. അപ്പൊ ഇവിടെ നമ്മളെന്ന് പറയുന്നത് ഇവിടെ എന്തോ എനർജി നമ്മൾ യൂസ് ചെയ്യുവാണ്. അപ്പം 1 മോളിക്കൂൾ ATP എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായാലും, ഫസ്റ്റ് സ്റ്റെപ്പിൽ ഗ്ലൂക്കോസിന് ഫോസ്ഫോറിലേഷൻ നടന്നിട്ട് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആകും. ദെൻ ഈ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് എന്തായിട്ട് മാറുന്നു? ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആവുന്നു. അപ്പം ഗ്ലൂക്കോസും ഫ്രക്ടോസും നിങ്ങൾക്കറിയാമല്ലോ, അതിനകത്ത് എന്താ പറയുന്നത്? ഏകദേശം സ്ട്രക്ചർ അതിൻ്റെ ഫോർമുല ഒരുപാട്, പക്ഷെ ഒരു കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്, പക്ഷെ അവിടുത്തെ അറേഞ്ച്മെന്റിലാണ് വ്യത്യാസം. അപ്പം ഇവിടെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആകുമ്പോൾ അവിടെ എന്തോ നടക്കുന്നത്? ഐസോമറൈസേഷൻ ആണ് നടക്കുന്നത്. ഐസോമറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? സെയിം മോളിക്കുലാർ ഫോർമുലയാണ്, ബട്ട് ഡിഫറൻറ്റ് അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ അതിനെയാണ് ഐസോമർ. അപ്പൊ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം അതുകൊണ്ടാണ് ഹെക്സോസ് എന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ 6 കാർബൺ ഉള്ള കോമ്പൗണ്ടാണ്. അതുകൊണ്ട് ഹെക്സോസ് ഐസോമറൈസ് എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിൽ എന്തായിട്ട് മാറുന്നു? ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആണ്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പിൽ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആവുന്നു, ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ആവുന്നു. ഓക്കെ, അതുപോലെ നമ്മൾ ഈ ATPയുടെ കൺവെർഷൻ വരുന്നിടത്തൊക്കെ കൈനേസ് എന്നായിരിക്കും, എൻസൈമിന്റെ പേരിന്റെ ലാസ്റ്റ് കൈനേസ് എന്ന് വരും. ഓക്കെ, ഇപ്പൊ ഐസോമറൈസേഷൻ ആണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഐസോമെറേസ് എന്ന് വരും. ഇനി ദെൻ ഈ ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് വീണ്ടും അതിന് ഫോസ്ഫോറിലേഷൻ നടക്കും. ഫോസ്ഫോറിലേഷൻ നടക്കുമ്പോൾ ഇപ്പോൾ ഫ്രക്ടോസിന്റെ 6th പൊസിഷനിൽ മാത്രമേ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉള്ളായിരുന്നു. അപ്പൊ ഇനി ഫസ്റ്റ് പൊസിഷനിലൂടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരുമ്പോൾ 2 ഫോസ്ഫേറ്റ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഫ്രക്ടോസ് 1,6 ഫസ്റ്റ് പൊസിഷനിലും 6th പൊസിഷനിലും എന്തുണ്ട്? ഫോസ്ഫേറ്റ് ഉണ്ടായത്. ഫ്രക്ടോസ് 1,6 ഡൈഫോസ്ഫേറ്റ്. ഈ ഫ്രക്ടോസ് 1,6 ഡൈഫോസ്ഫേറ്റിനെ വേണമെങ്കിൽ നമുക്ക് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് എന്നും പറയാം. ഓക്കെ, ഫ്രക്ടോസ് 1,6 ഡൈഫോസ്ഫേറ്റ് എന്ന് എഴുതാം, അല്ലെന്നുണ്ടെങ്കിൽ ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ്, ഡൈ അല്ലെങ്കിൽ ബിസ്. അപ്പൊ അവിടുത്തെ എൻസൈം എന്തുവായിരുന്നു? ഫോസ്ഫോഫ്രക്ടോകൈനേസ്. അവിടെ അതുപോലെ എന്തുവാണ്? അവിടെ എനർജി യൂസ് ചെയ്യുവാണ്. അതുകൊണ്ടാണ് ATP ADP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ATP ഈസ് കൺവേർട്ടഡ് ടു ADP. അപ്പൊ എന്താവുന്ന കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രക്ടോസ് 1,6 ഡൈഫോസ്ഫേറ്റ്. ഓക്കെ, ഇനി ഈ ഫ്രക്ടോസ് 1,6 ഡൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ആൽഡോലൈസ് എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിൽ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റും ഉണ്ടാവും. പിന്നെ ഫ്രക്ടോസ് 1,6 ഡൈഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആൽഡോലൈസ് എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിൽ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും ഉണ്ടാവും, ഗ്ലിസറാൾഡിഹൈഡ് 3-ഫോസ്ഫേറ്റും ഉണ്ടാവും. ഇനി ഈ
ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ഫോസ്ഫോർ ട്രയോസ് ഐസോമറേസ്, അവിടെയും എന്താണ് ഐസോമറൈസേഷൻ നടന്നിട്ട് അവിടെ ഫോസ്ഫോർ ട്രയോസ് എന്ന് പറഞ്ഞാൽ 3 കാർബണുള്ള കോമ്പൗണ്ട് ആണല്ലോ നമ്മൾ പഠിച്ചതാണ്, കാർബോഹൈഡ്രേറ്റ് പഠിച്ചപ്പോൾ ഈ ഗ്ലിസറാൾഡിഹൈഡും ഡൈഹൈഡ്രോക്സി അസറ്റോണും. അപ്പം അത് രണ്ടും എന്താണ് 3 കാർബൺ ഷുഗറാണ്. അപ്പം ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്തായിട്ട് ഫ്രക്ടോസ് 1,6 ഫോസ്ഫേറ്റ് എന്തൊക്കെയായിട്ട് മാറും? ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ഉണ്ടാകുന്നുണ്ട്, ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഉണ്ടാകുന്നുണ്ട്. അതിൽ ഈ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് ഈ ഫോസ്ഫോ ട്രയോസ് ഐസോമറേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിൽ വീണ്ടും എന്തായിട്ട് മാറുന്നു? ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആവുന്നു. ഓക്കെ, അപ്പൊ അവിടെ എത്ര മോളിക്കൂളാണ്? അപ്പൊ ആദ്യം ഒരെണ്ണ ഒരു ഗ്ലിസറാൾഡിഹൈഡ് ഓൾറെഡി ഉണ്ട്. ഇത് കൺവേർട്ട് ചെയ്ത് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആകുമ്പോൾ ഇവിടെ 2 മോളിക്കൂൾ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്തായിട്ട് മാറും? 1,3 ഡൈഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് മാറും. അവിടെ ഓക്സിഡേഷൻ നടക്കുവാണ്. അപ്പം ഈ ഗ്ലിസറാൾഡിഹൈഡ് എന്നുള്ളത് എന്തായിട്ട് മാറി? ഗ്ലിസറേറ്റ് എന്നാവും. ആൽഡിഹൈഡ് മാറി ഇവിടെ ഗ്ലിസറേറ്റ് അല്ലെങ്കിൽ ഗ്ലിസറിക് ആസിഡ് എന്ന് പറയാം. ആൽഡിഹൈഡ് മാറി അവിടെ ആസിഡ് ആവും. അപ്പൊ അവിടെ നടക്കുന്നത് എന്ന് പറയുന്നത് ഇപ്പം അവിടെ എന്ന് പറയുന്നത് NAD+, NADH+, H+ ആവും. ഈ NAD+ എന്ന് പറയുന്നത് 3 മോളിക്കൂൾ ATPക്ക് തുല്യമാണ്. ഓക്കെ, നിക്കോട്ടിനാമൈഡ് അഡീനിൻ ഡൈ ന്യൂക്ലിയോടൈഡ് ആണ് NAD എന്ന് പറയുന്നത്. ആ NAD+, NADH+, H+ ആകുമ്പോൾ എന്ത് പറയുന്നത്? NAD എന്ന് പറയുന്നത് എത്ര മോളിക്കൂളാണ്? 3 ATP മോളിക്കൂൾസിന് ഈക്വലാണ്. അപ്പം ഈ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേഷൻ അല്ലെങ്കിൽ ഓക്സിഡേഷൻ നടന്നിട്ട് എന്തായിട്ട് മാറും? 1,3 ഡൈഫോസ്ഫോ ഗ്ലിസറേറ്റ് ആവും. ഓക്കെ, അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ്. നമ്മൾ ഈ NAD വരുന്ന അങ്ങനെ വരുമ്പോൾ NAD+, NADH+, H+ ഒക്കെ ആകുമ്പോഴൊക്കെ അവിടെ എൻസൈം വരുമ്പോൾ ഈ ലാസ്റ്റ് വരുന്നതെന്ന് പറയുന്നത് ഡീഹൈഡ്രോജനേസ് ആണ്. ഓക്കെ, ഡീഹൈഡ്രോജനേസ് ആണ്. അതുപോലെ ഫോസ്ഫോറിലേഷൻ വരുമ്പോൾ അവിടെ എല്ലാം കൈനേസ് ആണ്. ഓക്കെ, അപ്പൊ ഈ 1,3 ഡൈഫോസ്ഫോ ഗ്ലിസറേറ്റ് ഉണ്ടായി. ഇനി ഈ 1,3 ഡൈഫോസ്ഫോ ഗ്ലിസറേറ്റ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഈ 1,3 ഡൈഫോസ്ഫോ ഗ്ലിസറേറ്റ് എന്ന് പറയുന്നത് 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആവും. 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആകുമ്പോൾ അവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അങ്ങ് പോയി. ഓക്കെ, അപ്പം ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അവിടെ അങ്ങ് പോയപ്പോൾ അപ്പം കിട്ടുന്നതാണ് 1,3 2 പൊസിഷനിലുണ്ടായിരുന്നു ഡൈഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അപ്പൊ അതിപ്പോൾ ഒരു പൊസിഷനിലായിട്ട് മാറി 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയി. അപ്പൊ അതാണ് അന്നേരം അതിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ഫോസ്ഫോ ഗ്ലിസറേറ്റ് കൈനേസ്. ഫോസ്ഫോ ഗ്ലിസറേറ്റ് കൈനേസ്. ഓക്കെ, ഇത്രയും സ്റ്റെപ്പ് മനസ്സിലായോ? അപ്പം ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആവുന്നു, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആവുന്നു, ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6 ഡൈഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആവും. പിന്നെ ആൽഡോലൈസ് എന്ന് പറയുന്ന എൻസൈമിന്റെ പ്രസൻസിൽ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റും ഉണ്ടാവുന്നുണ്ട്. ഈ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്നിട്ട് ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് വീണ്ടും ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് ആകും. ഈ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് 1,3 ഡൈഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് മാറും. എന്നിട്ട് ആ 1,3 ഡൈഫോസ്ഫോ ഗ്ലിസറേറ്റ് ഒരു ഫോസ്ഫേറ്റ് അങ്ങ് പോയിട്ട് 3 ഫോസ്ഫോർ അവിടെ ADP അവിടെ എന്ന് പറയുന്നത് ADP ATP ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെ എന്ന് പറയുന്നത് എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുക, ജനറേറ്റ് ചെയ്യുക. മറ്റേടത്ത് നമ്മൾ എനർജി അങ്ങോട്ട് യൂസ് ചെയ്തിട്ട് ഉള്ള റിയാക്ഷനാണ്. ഇവിടെ എന്ന് പറയുന്നത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് ADP ATP ആവുന്നത്. മറ്റേടത്തെന്ന് പറയുന്നത് ATP ADP ആവുമ്പോൾ അവിടെ നമ്മുടെ എനർജി യൂസ് ചെയ്യുവാണ്, ഇവിടെ നമ്മുടെ എനർജി ജനറേറ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ ഇത്രയും സ്റ്റെപ്പ് മനസ്സിലായല്ലോ. 1,3 ഡൈഫോസ്ഫോ ഗ്ലിസറേറ്റ് അല്ലെങ്കിൽ ഇവിടെയും ഡൈഫോസ്ഫോയിന് വരാൻ നമുക്ക് വേണമെങ്കിൽ ബിസ്ഫോസ്ഫോ എന്ന് പറയാം. 1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറേറ്റ്. ഓക്കെ, അപ്പൊ 3 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് മാറി.